കോഴിക്കോട്ടെ DMO തർക്കത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. ഡോക്ടർ രാജേന്ദ്രന് ജില്ലാ മെഡിക്കൽ ഓഫീസറായി തുടരാമെന്ന് ഹൈക്കോടതി. ഡോക്ടർ ആശാദേവിക്ക് DMOയായി തുടരാമെന്ന് കാണിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ സ്റ്റേ ഓർഡർ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി. ദീപക് മലയമ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ദീപക്, കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഉത്തരവ് എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. റോഷ്നി, 9-ാം തീയതിയാണ് ഇത്തരത്തിൽ സ്ഥലം മാറ്റം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നത്. 10-ാം തീയതി ഡോക്ടർ ആശാദേവി കോഴിക്കോട് DMO ആയി ചുമതലയേൽക്കാൻ വേണ്ടി എത്തുകയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ആ സമയത്ത് തന്നെ മുൻ DMO ആയിരുന്ന ഡോക്ടർ രാജേന്ദ്രൻ അവിടെ നിന്ന് റിലീവ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ കാര്യത്തിൽ വീണ്ടും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കാനുള്ള തീരുമാനം ഡോക്ടർ രാജേന്ദ്രൻ സ്വീകരിച്ചത്. അതിന് പിന്നാലെ തന്നെ രാജേന്ദ്രന് കുറച്ച് ദിവസത്തേക്ക് ഒരാഴ്ചക്കാലം കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് DMO ആയി തുടരാം എന്നുള്ള ഒരു താൽക്കാലിക സ്റ്റേ കിട്ടുകയും ചെയ്തു. പിന്നീട് ആ കാര്യത്തിൽ 2 DMOമാർ ഒരേ ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ആർക്കാണ് അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് DMOയുടെ കസേര എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം രൂപപ്പെടുകയും ചെയ്തു. അതായത് ഡോക്ടർ ആശാദേവി കോഴിക്കോട് DMO ആയി ചുമതല ഏറ്റെടുക്കുകയും എന്നാൽ റിലീവ് ചെയ്ത ഡോക്ടർ രാജേന്ദ്രൻ അവിടെ പ്രത്യേകം സ്റ്റേ ഓർഡർ വാങ്ങിക്കൊണ്ട് തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഈ കാര്യത്തിൽ തർക്കം രൂക്ഷമായതോടുകൂടിയാണ് DHSൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം 24-ാം തീയതി ഒരു ഉത്തരവ് കൃത്യമായി ഇറക്കുന്നത്. അത് ഡോക്ടർ ആശാദേവിക്ക് DMO ആയി തുടരാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഡോക്ടർ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ള നിർദ്ദേശം ആ തരത്തിൽ നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ എന്താണോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എടുത്തിരിക്കുന്ന തീരുമാനം, ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് നിലവിൽ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഉത്തരവ്. അങ്ങനെയാകുമ്പോൾ ഡോക്ടർ രാജേന്ദ്രന് കോഴിക്കോട് DMO ആയി തുടരാൻ ഉതകുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമായി വരുന്നത്. ദീപക, ഈ DMO ഓഫീസിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നാടകീയ രംഗങ്ങളാണ്. ഈ ഒരേ സമയം 2 ഉദ്യോഗസ്ഥർ തമ്മിൽ ഒരു കസേര കളിയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഈ പുതിയ DMOയ്ക്ക് കസേര ഒഴിഞ്ഞു കൊടുക്കാതെ പഴയ DMO കസേരയിൽ തുടരുന്നു. ആ സാഹചര്യങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പുതിയ ഉത്തരവുണ്ടായിരിക്കുന്നത്. അതായത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി, അല്ലേ ദീപക്? പ്രശ്നങ്ങൾക്ക് പൂർണ്ണതോതിൽ പരിഹാരമായി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം സംസ്ഥാന സർക്കാർ ആരോഗ്യ വിഭാഗം ഇറക്കിയിരിക്കുന്ന ഉത്തരവ് പ്രകാരം ഏതാണ്ട് 7ഓളം ആളുകളുടെ ട്രാൻസ്ഫർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഡോക്ടർ ജയശ്രീ, ഒപ്പം തന്നെ ഡോക്ടർ N രാജേന്ദ്രൻ, ഒപ്പം ഡോക്ടർ പീയൂഷ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ഈ ഒരു സ്ഥലമാറ്റ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടർ രാജേന്ദ്രൻ ഉൾപ്പെടെ സ്റ്റേ കിട്ടുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ കൃത്യമായി താൻ ജോയിൻ ചെയ്ത കോഴിക്കോട് DMO ആയി തുടരാൻ അനുവദിക്കണം എന്നുള്ള ആശാദേവിയുടെ ഒരു പരാതിയും ആ തരത്തിൽ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് DHS തന്നെ ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഡോക്ടർ ആശാദേവിക്ക് തുടരാനുതകുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ ആശാദേവി സ്വാഭാവികമായും എറണാകുളത്ത് നിന്നാണ് നേരത്തെ ഇവിടേക്ക് ട്രാൻസ്ഫറായി എത്തിയിട്ടുള്ളത്, DMO എന്നുള്ളതിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അവരെ തിരികെ എവിടേക്കാണ് അയക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനി വരുത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ഈ ഒരു ഓർഡർ ഡോക്ടർ രാജേന്ദ്രനെ സംബന്ധിച്ച അനുകൂലമാണ്. പക്ഷേ ഈ സർക്കാർ ഇറക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം ഇറക്കിയിരിക്കുന്ന ഉത്തരവിൽ ഇനി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് തിരികെ എവിടേക്കാണ് അവർക്ക് സ്ഥലമാറ്റം നൽകുന്നത് തുടങ്ങിയ കാര്യത്തിൽ ഉൾപ്പെടെ ആശങ്ക അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഇനിയിപ്പോൾ ഡോക്ടർ ആശാദേവി ആദ്യഘട്ടത്തിൽ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും അവർ ആ നിലയ്ക്ക് തന്നെ കോഴിക്കോട് തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഈ ഒരു ഉത്തരവ് പ്രകാരം ഡോക്ടർ രാജേന്ദ്രന് കോഴിക്കോട് DMO ആയി തുടരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും ഡോക്ടർ രാജേന്ദ്രൻ അടുത്ത ദിവസം ഇവിടെ ജോയിൻ ചെയ്യാൻ എത്തുന്ന സാഹചര്യം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുമുണ്ട്. റോഷ്നി, ശരി. ദീപക് മലയമയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ഡോക്ടർ രാജേന്ദ്രന് ജില്ലാ മെഡിക്കൽ ഓഫീസറായി തുടരാമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഡോക്ടർ ആശാദേവിക്ക് DMOയായി തുടരാമെന്ന് കാണിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ എന്നതാണ് ശ്രദ്ധേയം.